ചേരുകയാണ്. നിർമ്മൽ, ഒരു പരമാധികാര രാഷ്ട്രത്തിനു മേൽ ഉള്ള കടന്നുകയറ്റമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അതിന്റെ ആദ്യ അറ്റാക്കിൽ തന്നെ അവരുടെ പരമോന്നത നേതാവ് ഖമനയി കൊല്ലപ്പെട്ടു എന്ന വിവരം ഇന്ന് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ച് അവർ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്കുള്ള ഒരു ആക്രമണമാണോ അമേരിക്കയും ഇസ്രായേലും സമ്മാനിച്ചിരിക്കുന്നത്? പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ഇത്രയും പെട്ടെന്ന് സുപ്രീം ലീഡറിനെ ടേക്ക് ഔട്ട് ചെയ്യുന്ന ഒരു പക്ഷെ പ്രതീക്ഷിച്ച് കാണില്ല. അമേരിക്കയും ഇസ്രായേലും പക്ഷേ തീർച്ചയായിട്ടും ഈ സമയത്ത് തന്നെ ഇത് എക്സിക്യൂട്ട് ചെയ്യുമെന്നുള്ള ഉറപ്പായിരുന്നു. കാരണം രണ്ടു കൂട്ടർക്കും നെതന്യാഹുവിനും ഡൊണാൾഡ് ട്രംപിനും ഇലക്ഷൻസ് വരുന്നുണ്ട് നവംബറിൽ. രണ്ടുപേരുടെയും അൾട്ടിമേറ്റ് പവർ നഷ്ടപ്പെട്ടേക്കാവുന്ന ഇലക്ഷൻസ് ആണ്. അതിനുശേഷം ഇങ്ങനെ സാഹചര്യം ഒത്തു കിട്ടണമെന്നില്ല. മാത്രമല്ല ഇറാനും അവരുടെ പ്രോക്സികളായ ഹെസ്ബുള്ളയും ഹൂത്തീസും ഹമാസും എല്ലാം തന്നെ അവരുടെ വീക്കസ്റ്റ് പോയിന്റിലാണ്. യുണൈറ്റഡ് നേഷൻസ് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഇടപെടാൻ സാധ്യതയുള്ള യുണൈറ്റഡ് നേഷൻസ് അവരുടെ വീക്കസ്റ്റ് പോയിന്റിലാണ്. ഇറാനിലെ ജനങ്ങളും ഹാപ്പിയല്ല. അപ്പൊ ഈ ഒരു സാഹചര്യം നോക്കി ഇത് മുന്നോട്ട് പോകുന്നത് ഉറപ്പായിരുന്നു. പക്ഷെ സുപ്രീം ലീഡറിനെ ഇത്ര പെട്ടെന്ന് ടേക്ക് ഔട്ട് ചെയ്തത് വലിയൊരു സെറ്റ് ബാക്ക് ആണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. ഇനി എനിക്ക് തോന്നുന്നത് അമേരിക്ക ശ്രമിക്കാൻ പോകുന്നത്, അമേരിക്ക ആയാലും ഇസ്രായേൽ ആയാലും സംയുക്തമായി ശ്രമിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളായിരിക്കും. ഒന്ന്, ഇവരുടെ മിസൈൽ ലോഞ്ചിങ് കേപ്പബിലിറ്റി. ഇപ്പൊ ഹെസ്ബുള്ളയായിട്ടുള്ള യുദ്ധത്തിൽ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. ഇസ്രായേലിന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങോട്ട് വരുന്ന ബലിസ്റ്റിക് മിസൈൽസിനെ തടുക്കുക എന്ന് മാത്രമല്ല, ആ മിസൈൽസും റോക്കറ്റ്സും ലോഞ്ച് ചെയ്യുന്ന ലോഞ്ചേഴ്സ് ടാർഗറ്റ് ചെയ്ത് അതിനെ അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിലവിലെ കണക്കനുസരിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനുള്ള ഏക സ്ട്രോങ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡെവലപ്പ് ചെയ്യുന്ന സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഷാഹിദ് സീരീസിലുള്ള ഡ്രോണുകളും അതോടൊപ്പം തന്നെ ബലിസ്റ്റിക് മിസൈൽസുമാണ്. ബലിസ്റ്റിക് മിസൈൽസിന്റെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏകദേശം 2000 കുറഞ്ഞിട്ടുണ്ട്. ആ 2000 ബലിസ്റ്റിക് മിസൈൽസ് ടാർഗറ്റ് ചെയ്യുന്നത് 100-150 വരുന്ന മിസൈൽ ലോഞ്ചേഴ്സ് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ വെടിയുണ്ടുണ്ട്, വെടിവെക്കാൻ തോക്കില്ല എന്ന സാഹചര്യത്തിലായി പോകും ഇറാൻ. അതാണ് ഒരു വശം. മറുവശത്ത് സുപ്രീം ലീഡർ പോയപ്പോ മാറ്റമൊന്നും ഉണ്ടായില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. വെനിസ്വേലയിലെ പോലെ ഇവിടെ നടക്കുമോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട് പലപ്പോഴും. വെനിസ്വേലയിലെ പോലെ ഇവിടെ നടന്നില്ല എന്ന് നമ്മൾ കണ്ടു. പക്ഷെ ഇതിൻ്റെ അകത്തൊരു ഇസ്രായേലിന്റെ സ്ട്രാറ്റജി മിക്കവാറും എന്തായിരിക്കും വിചാരിച്ചു കഴിഞ്ഞാൽ, ഹമാസിന്റെ കേസിൽ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ടോപ്പ് ലീഡറിനെ വധിച്ചു, അപ്പൊ തന്നെ അവർ ഇമ്മീഡിയറ്റ് റിപ്ലേസ്മെന്റിനെ കണ്ടെത്തി. ആരാണ് അടുത്ത ലീഡറായിട്ട് കൂടെ ഒരുക്കാൻ പോകുന്നത് അവർ പറഞ്ഞു. അപ്പൊ ഇസ്രായേൽ എന്ത് ചെയ്തു? ഓരോരുത്തരെയായിട്ട് ആദ്യം സാലെ അരൂരിയെ വധിച്ചു, അതിനുശേഷം നമ്മുടെ യാഹിയ സിൻവറിനെ വധിച്ചു, മുഹമ്മദ് സിൻവറിനെ വധിച്ചു, അതേപോലെ മുഹമ്മദ് സയ്യിദിനെ വധിച്ചു. ഇങ്ങനെ ഓരോരുത്തരായിട്ട് ക്രോണോളജിക്കലി 1 by 1 അവർ ടേക്ക് ഔട്ട് ചെയ്തപ്പോഴത്തേക്കും ഹമാസിനുള്ളിൽ ഒരു ഭീതി വന്നു. ആരാണ് ലീഡർഷിപ്പിലോട്ട് മുന്നോട്ട് വരിക എന്ന് പോലും സംശയത്തിലായി. അങ്ങനെ രണ്ട് സ്ട്രാറ്റജിയിലൂടെ ഇറാനെ ഒതുക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷെ റെജീം ചേഞ്ച് എപ്പോഴും പോസിബിൾ ആവും എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ചരിത്രപരമായിട്ട് അമേരിക്കയ്ക്ക് റെജീം ചേഞ്ച് പോസിബിൾ ആക്കാൻ പറ്റിയിട്ടുള്ള രാജ്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറാഖ് ആയിക്കോട്ടെ, അഫ്ഗാനിസ്ഥാൻ ആയിക്കോട്ടെ, ലിബിയ ആയിക്കോട്ടെ, ഈയിടെ വെനിസ്വേലയും ആയിക്കോട്ടെ, ഇവിടെയൊക്കെ മിക്കവാറും അമേരിക്കൻ സൈനികർ കളത്തിൽ ഇറങ്ങേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു. വരാത്ത ഒരേ ഒരു സാഹചര്യം ലിബിയയാണ്. കാരണം ലിബിയയിൽ അമേരിക്കയ്ക്ക് വേണ്ടി പോരാടാൻ അവിടെ തന്നെയുള്ള റിബൽസ് ഉണ്ടായിരുന്നു. അവർ അമേരിക്കയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്തു. പുറത്തു നിന്ന് അമേരിക്ക യുദ്ധം ചെയ്തപ്പോഴത്തേക്ക് 28ഓളം വരുന്ന നേറ്റോ രാജ്യങ്ങൾ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. ഇറാൻ ഒരു വലിയ രാജ്യമാണ്. അപ്പം ഇതിൻ്റെ അകത്തോട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നൊരു ചോദ്യമുണ്ട്. രണ്ട്, ഇൻഫിൽട്രേറ്റ് ചെയ്യാതെ ചെയ്യണമെങ്കിൽ ഒരു ഒപ്പോസിഷൻ വേണം. ഒപ്പോസിഷൻ ഇപ്പൊ ബംഗ്ലാദേശ്, നേപ്പാൾ അല്ലെങ്കിൽ ശ്രീലങ്ക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അട്ടിമറി നടന്നപ്പം, ഗവൺമെന്റിനെ അട്ടിമറിച്ചപ്പോൾ അവിടെ ഒരു സ്ട്രോങ് ഒപ്പോസിഷൻ ഉണ്ടായിരുന്നു. ഇറാനിൽ അതില്ല. അപ്പൊ അമേരിക്ക എന്താണ് കണ്ടുവച്ചിരിക്കുന്നത്? നമുക്കൊന്നും അറിയാത്തൊരു സീക്രട്ട് ഒപ്പോസിഷൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ അറിയാമോ എന്നൊരു ചോദ്യമാണ് അതിൻ്റെ അത് ബാക്കി. അല്ലാത്ത പക്ഷമോ, ഒരു ഒപ്പോസിഷൻ അല്ലാത്ത പക്ഷമോ, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഇറങ്ങാത്ത പക്ഷമോ എങ്ങനെയാണ് റെജീം ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ള ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. ശരി, ശ്രീ ജോസഫ് ആന്റണി, നോക്കൂ, വെനസ്വേലയിൽ അവിടെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തേക്ക് കടന്നു കയറി അവിടുത്തെ ഭരണാധികാരിയെ പിടിച്ചുകൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ്. ഓപ്പറേഷൻ തുടങ്ങി മണിക്കൂറുകൾക്കകം ഖമനയുടെ വധം നടന്നിരിക്കുന്നു. ഖമനയി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒരു വിശുദ്ധ റമദാൻ മാസത്തിൽ ഇത്രയും വലിയൊരു കടന്നുകയറ്റം ഒരുപക്ഷെ ഇറാൻ പോലും പ്രതീക്ഷിച്ചിരുന്നില്ലേ എന്ന് തോന്നിപ്പോകുന്നു. ഈ IRGC നമുക്കറിയാം, അവർ പേര് കേട്ട മിലിറ്ററി ഏജൻസിയാണ്. വലിയ രീതിയിൽ കാര്യങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗവും അത് മനസ്സിലാക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ കഴിയുന്ന ഒരു ഏജൻസിയാണല്ലോ. പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് വേണമോ കരുതാൻ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഖമനയി കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായതോടുകൂടി? നമ്മൾ ഈ യുദ്ധത്തിൽ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കഴിവുകൾ ശരിക്കും ലോകം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഈ ഡിസംബർ മാസം 28-ാം തീയതിയാണ് ഈ ഇറാനിൽ അവിടുത്തെ വ്യാപാരികൾ
ഈ ഇറാന്റെ ഭരണത്തിനെതിരായിട്ട് സാമ്പത്തിക പ്രതിസന്ധികൾക്കെതിരായിട്ടൊക്കെ പിന്നെ സമരരംഗത്ത് വരുന്നത്. 28-ാം തീയതി വന്ന് 29-ാം തീയതി ആയപ്പോൾ ഉണ്ടായ ഒരു സംഭവവികാസം എന്താണെന്നറിയാമോ? 29-ാം തീയതി മൊസാദ് പേർഷ്യൻ ഭാഷയിൽ അവരുടെ എക്സിലൂടെ ഒരു 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 മെസ്സേജ് കൊടുത്തു. എന്താ മെസ്സേജ്? മെസ്സേജ് എന്ന് പറയുന്നത് സമരം നടത്തുന്ന ആൾക്കാർക്കുള്ളതാണ്. മെസ്സേജ്: നിങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകൂ, നിങ്ങൾ ഒരു കാരണവശാലും ഭയപ്പെടണ്ട, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറയുന്നത് കേവലമായ വാക്കുകളിലൂടെ ഞങ്ങൾ പറയുന്നതല്ല, നിങ്ങളോടൊപ്പം ഗ്രൗണ്ടിൽ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഇറാനിൽ, ടെഹ്റാനിൽ ഈ സമരം നടത്തുന്ന പ്രദേശത്ത് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടം അല്ലെങ്കിൽ ധൈര്യം കാണിച്ചു മൊസാദ് എന്ന് നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് ഈ നടക്കുന്ന സംഘർഷങ്ങളിൽ അല്ലെങ്കിൽ ഈ സമരങ്ങളിലെല്ലാം അവരെ പിന്തുണച്ചുകൊണ്ട് പോലും മൊസാദ് ഇറാനിലുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇസ്രായേലും അല്ലെങ്കിൽ അമേരിക്കയും പിന്തുടരുന്ന രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്, വാർ ബൈ ഡീക്യാപിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ശത്രുവായി കാണുന്ന ഭരണകൂടത്തിന്റെ നേതാക്കന്മാരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ കൊന്നുകൊണ്ടുള്ള രാഷ്ട്രീയം, കൊന്നുകൊണ്ടുള്ള യുദ്ധം നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അത് വളരെ അപകടകരമായ ഒരു പ്രവണതയുമാണ്. നമുക്കറിയാം, നമുക്ക് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയോട് ശത്രുതയുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയെ കൊല്ലുകൊണ്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് ലോകം പോയാൽ എന്തായി തീരും? ഇപ്പൊ ട്രംപ് പുടിനെ പിന്നെ കൊന്നുകൊണ്ട് രാഷ്ട്രീയം യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ അതൊരു വളരെ അപകടകരമായ ഒരു പ്രവണതയുണ്ട്. അത് അമേരിക്കയും ഇസ്രായേലുമാണ് ആ കലയിൽ വളരെ ശക്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാണാം. അത് പോട്ടെ, അത് ഞാൻ അത് കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇസ്രായേല് പിന്നെ ഈ ഖമനയി എന്ന് പറയുന്ന ആ ഭരണകൂടത്തിന്റെ നേതാവ് എപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ വരിക, എന്നൊക്കെയാണ് ഓഫീസിൽ വരിക, എപ്പോഴാണ് ഉണ്ടാവുക, ആരൊക്കെ അപ്പോഴും ഉണ്ടാകും, എവിടേക്കാണ് ഇവരുടെ പ്രധാനപ്പെട്ട പിന്നെ പ്രസിഡന്റ് ഇരിക്കുന്നത് അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രി ഇരിക്കുന്നത്, ഇതിനെ സംബന്ധിച്ചൊന്നും ആരും ഇസ്രായേലിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇസ്രായേലിന് ഇതെല്ലാം കൃത്യമായിട്ട് അറിയാം. അവരുടെ നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെ പിന്നെ നിർമ്മൽ പറഞ്ഞതുപോലെ എത്രയോ ആളുകളെ അവർ നേരത്തെ കൊന്നു, വളരെ പ്രിസിഷൻ അറ്റാക്കിലൂടെയാണ് കൊന്നത് ഇതൊന്നും അതായത് ഇനിയൊരു പിന്നെ ഒരു പരമാധികാരി ഉണ്ട്, പരമോന്നത നേതാവ് ഇറാനിൽ ഉണ്ടായാൽ അദ്ദേഹത്തെ വധിക്കുന്നതും ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമൊന്നുമല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അത്രത്തോളം സാങ്കേതിക പരിജ്ഞാനവും അത്രത്തോളം അവരുടെ ആസെറ്റ്സും, അതായത് രഹസ്യാന്വേഷണ വിഭാഗവും വളരെ ശക്തമായി ഇറാനിൽ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് പിന്നെ നേരത്തെ വധിച്ചതുപോലെ ഇനിയും ആളുകളെ വധിക്കുന്നതിന് ഒരു പ്രശ്നവും അവർക്കില്ല. പിന്നെ നമ്മൾ ഈ IRGC എന്നൊക്കെ പറയുന്നത് അവരുടെ ഇന്റലിജൻസ് വിഭാഗത്തിലല്ല അവരുടെ പ്രവർത്തനം. അവർ പ്രധാനമായിട്ടും ഈ രാഷ്ട്രീയ നേതൃത്വത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു സൈനിക വിഭാഗമാണ്. ആ സൈനിക വിഭാഗത്തിന്റെ കീഴിലാണ് ഈ പറഞ്ഞ തരത്തിലുള്ള ഈ ബാലിസ്റ്റിക് മിസൈൽ പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകളുടെ കാര്യങ്ങൾ, അവരുടെ കീഴിലുള്ള ഖുദ്സ് വിഭാഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങൾ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് വാസ്തവത്തിൽ ഈ ഭരണകൂടത്തെ താങ്ങി നിർത്തുന്നത്. എന്നാൽ ഈ ഭരണകൂടത്തെ അതായത് ഇപ്പൊ നമുക്കറിയാമല്ലോ, അമേരിക്കയും ഇസ്രായേലും ഇത്തവണ പിന്നെ ലക്ഷ്യമിട്ടത് എന്താണ്? അവർ പറഞ്ഞത് ഈ ആണവ പദ്ധതിയാണ് എങ്കിലും വാസ്തവത്തിൽ അവരുടെ ലക്ഷ്യം ഈ ഭരണകൂട മാറ്റം മാത്രമാണ്. കാരണം അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ 28-ാം തീയതിയിലെ സംഭവത്തിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ സന്ദേശം മൊസാദ് കൊടുത്തതിനു ശേഷം ജനുവരി മാസം ട്രംപ് എന്താ പറഞ്ഞത്? ഈ സമരക്കാരിങ്ങനെ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ശക്തമായിട്ട് പോകൂ, നിങ്ങൾ സ്ഥാപനങ്ങൾ കയ്യിലെടുക്കുന്ന, സ്ഥാപനങ്ങൾ പിടിച്ചടക്കുന്ന ട്രംപ് പറഞ്ഞത്. അതായത് ഒരു രാഷ്ട്രത്തിൽ അവിടുത്തെ പ്രതിഷേധം നടത്തുന്ന, സമരം നടത്തുന്ന ആളുകളോട് വേറൊരു രാജ്യത്തിന്റെ പ്രസിഡന്റ് പറയാണ്, നിങ്ങൾ സ്ഥാപനങ്ങൾ കൈയടക്കൂ, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു പിന്നെ ആക്രമണമോ അല്ലെങ്കിൽ നടപടിയോ പിന്നെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഞാൻ അവർക്കെതിരെ പിന്നെ നടപടിയെടുക്കുമെന്നാ പറഞ്ഞ. മനസ്സിലായി? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.